പാടുവിൻ സഹചരെ, കൂടുവിൻ പുതുഹര തേടുവിൻ പുതിയ സംഗീതങ്ങളെ. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമല്ലോ. ജീവകാലം മുഴുവനും അവൻ നമ്മെ നൽവഴിയിൽ നടത്തും. പാടുവിൻ സഹചരെ, കൂടുവിൻ പുതുഹര തേടുവിൻ പുതിയ സംഗീതങ്ങളെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 26-ാം സങ്കീർത്തനം 12-ാം വാക്യം. എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു, സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. നിഷ്കളങ്കതയിൽ നടക്കുന്നവൻ്റെ കാൽ സമനിലത്താണ് ചവിട്ടി നിൽക്കുന്നത്. സങ്കീർത്തകൻ്റെ നിഷ്കളങ്കത ദൈവിക സ്വാധീനത്തിൻ്റെയും നീതീകരണത്തിൻ്റെയും ഫലമാണ്. സമനിലത്ത് എന്നത് ദേവാലയ ഭൂമിയുടെ സുരക്ഷിതത്വമാണ് പരാമർശിക്കുന്നത്. നാം നിൽക്കുന്ന സമനിലം അത്യുന്നതൻ്റെ വിശ്വസ്തതയും മാറ്റമില്ലാത്ത വാക്തത്വങ്ങളുമാണ്. യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിന്മേൽ നിൽക്കുന്ന നാം വീടുപോകുമെന്ന് ഭയപ്പെടേണ്ട. തന്റെ ജീവിതം ദൈവാശ്രയത്തിൻ്റെതായി സങ്കീർത്തനക്കാരൻ കാണുന്നു. നിഷ്കളങ്കൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദുഷ്ടൻ സ്വന്തം ആശ്രയങ്ങളിലേക്ക് ചുരുങ്ങുന്നു. പ്രിയ സ്നേഹിതരെ, ഈ നാളുകളിൽ നിഷ്കളങ്കനായി ജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് സഭയിൽ ദൈവിക നന്മകളെ പുകഴ്ത്തുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിൽ തന്നെ ആശ്രയിക്കുവാനുള്ള കൃപ നീ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.